ഇപ്പോൾ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രുതിയെ കാണുന്ന കാലം മുതൽ തന്നെ അവളുടെ സത്യം എന്ന് പുറത്തു വരും എന്നുള്ള കാര്യം ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഓരോരോ പ്രേക്ഷകരും കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ കാത്തിരിപ്പിന് തിരശീല വീഴാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രുതി ഒന്ന് കല്യാണം കഴിച്ചതാണ് എന്നും അതിൽ ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ട്, അതാണ് ആദി എന്നുള്ള സത്യം ഇന്ന് നമ്മുടെ രേവതി തിരിച്ചറിയുന്ന ഒരു എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചവരെല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അച്ചമ്മയുടെ നാട്ടിലെ അമ്പലത്തിലെ ഒരു പൂജയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചന്ദ്രയും കൂട്ടരും എല്ലാവരും കൂടി ചേർന്നിട്ട് അച്ചമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അച്ചമ്മയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വീട്ടിലിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് രവി ഉള്ളിലേക്ക് കയറി വരുന്നത്. വന്ന ഉടനെ തന്നെ അമ്മയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, ദേ അമ്മ എല്ലാവരും എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആദ്യം രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. രേവതിയെ കണ്ട ഉടനെ തന്നെ അച്ചമ്മ എന്റെ പൊന്നു മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അച്ചമ്മയ്ക്ക് സുഖാണോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ സുഖാണ് എന്ന് അച്ചമ്മ പറയാണ്. രേവതിയുടെ സുഖവിവരം അന്വേഷിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അച്ചമ്മയെ അവളടുത്ത് ചോദിക്കുന്നത്? ഞാൻ അവളെ നന്നായിട്ട് നോക്കുന്നുള്ള കാര്യം അച്ചമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അത് എനിക്ക് അറിയാതെ സച്ചി എന്ന് പറയാണ്. തുടർന്ന് ശ്രീകാന്തും അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് അച്ചമ്മയുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. ചന്ദ്രമതിയുടെ അടുത്ത് ശ്രുതിയെ നീ നന്നായിട്ട് നോക്കുന്നില്ലേ എന്നുള്ള കാര്യം അച്ചമ്മ ചോദിക്കുമ്പോൾ അതേ അമ്മേ എന്റെ മരുമകളെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് കേട്ടോ ചന്ദ്രമതി പറയുന്നത്. നീ ഇപ്പൊ നന്നായിട്ട് അവളെ നോക്കുന്നുള്ള കാര്യം എനിക്കറിയാം, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങളുടെ കണക്ക് എനിക്ക് നന്നായിട്ട് അറിയാന്നൊക്കെ പറയുകയാണേ. അത് കേട്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ എന്തോ പോലെ ആവുന്നുണ്ടേ. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സുധി ഇല്ല കേട്ടോ, ബാക്കി എല്ലാവരും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മോരുവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്. ഞാൻ പോയിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും വേണ്ട മോളെ നീ പോണ്ട, അവിടെ ഇരുന്നോ, നിനക്ക് കാലുവേദന ഉണ്ട് എന്നുള്ള കാര്യം സച്ചി പറഞ്ഞു എന്ന് പറയുകയാണേ. സുധിയാണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് തിരികെ വരുമ്പോൾ ഹാളില് അച്ഛമ്മ പച്ചക്കറിയൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. അത് ചവിട്ടുന്നുണ്ട്. ചവിട്ടുന്നത് മുരിങ്ങക്കായാണ്. മുരിങ്ങക്കായ ചവിട്ടിയപ്പോൾ സുധി വിചാരിക്കുന്നത് അത് പാമ്പാണ് എന്നാണ്. അയ്യോ പാമ്പ് എന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞാണ് സുധിക്ക് മനസ്സിലാവുന്നത് അത് പാമ്പല്ല മുരിങ്ങക്കായാണ് എന്നുള്ള കാര്യം. ഈ രംഗം കണ്ട അച്ചമ്മയാണെങ്കിൽ സുധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് മുഖത്ത് കണ്ണില്ലേ, നോക്കി നടക്കാൻ അറിയില്ലേ എന്നൊക്കെ. എല്ലാവരും കൂടി സുധിയെ കളിയാക്കി ചിരിക്കുന്നത് കാണുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സുധി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണേ. തുടർന്ന് നമ്മുടെ രവി പറയുന്നുണ്ട്, അമ്മയെ വീട്ടില് പാമ്പ് വന്നതിന് ശേഷം ഇവന് എന്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര ഭയമാണ്. വീട്ടിലെ പാമ്പ് വന്നതല്ല അച്ഛമ്മേ, ഇതാ ഈ പൗഡർ എടുത്തി ബാഗിലിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ടോടെ തന്നെ മരുമകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവളെന്താ വേണമെന്ന് വിചാരിച്ചിട്ട് പാമ്പിനെ കൂട്ടിക്കൊണ്ടു വന്നതാണോ, അറിയാതെ സംഭവിച്ചു പോയതാണ്, എന്താണെന്നുണ്ടെങ്കിലും എന്താ, അതിനുശേഷം അവന് വേണ്ടിയിട്ട് വലിയൊരു ഓർഡർ തന്നെ പിടിച്ചു കൊടുത്തില്ല എന്നുള്ള കാര്യം ചന്ദ്ര പറയുകയാണേ. കൊള്ളാലോ ശ്രുതി, എന്തായാലും ഇതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് ശ്രുതിയെ നീ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് അച്ഛമ്മ പറയുന്നത്. ഇത് കേട്ടിട്ട് ആ എന്ന് മറുപടിയും പറയുന്നുണ്ട് ശ്രുതി. അത് കഴിഞ്ഞിട്ട് അവർ സംസാരിക്കുന്നത് പൂജയെ കുറിച്ചിട്ടാണ് കേട്ടോ. അമ്പലത്തിൽ ഞാൻ പൂജാരിയുടെ അടുത്ത് ഓൾറെഡി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയി ചോദിച്ചോളാം എന്ന് അച്ഛമ്മ പറയുമ്പോൾ അച്ഛമ്മ എന്തിനാ അതിനൊക്കെ പോകുന്നത്, ഞാനും രേവതിയും കൂടി പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നോളാം എന്ന് സച്ചി പറയുന്നുണ്ട്. അതേസമയം തന്നെ വിമലയും അതുപോലെ തന്നെ ആദ്യം കൂടി ചേർന്നിട്ട് അവരുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. ശ്രുതിയുടെ ഒരു ആന്റിയുടെ വീട്ടിലാണ് കേട്ടോ പോയി നിൽക്കുന്നത്. അവര് വന്നിരിക്കുന്നത് ശ്രുതിയുടെ അച്ഛന്റെ മരിച്ച ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തിൽ ബലിയിടാൻ വേണ്ടിയിട്ടാണ് അവരെത്തിയിരിക്കുന്നത്. ശ്രുതി ബലിയിടാൻ വേണ്ടിയിട്ട് വരണമെന്ന് അമ്മ നിർബന്ധം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരവിടെ എത്തി എന്നുള്ള വിവരം ശ്രുതിയെ വിളിച്ചിട്ട് ശ്രുതിയുടെ ഫ്രണ്ടാണ് പറയുന്നത്. അമ്മയുടെയും ആദ്യയുടെയും കൂടെ ശ്രുതിയുടെ ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. ഫ്രണ്ട് നമ്മുടെ ശ്രുതിയുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭ്രാന്തനെ പോലത്തെ ഒരാള് ഫ്രണ്ടിന്റെ അരികിലേക്ക് വരുവാണേ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല, പൊയ്ക്കോ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. എന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടേ. അയാള് സമനില തെറ്റിയ ഒരാളാണെന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും അത്ര സീരിയസ് ആയിട്ട് ആ കാര്യം എടുക്കുന്നില്ല കേട്ടോ. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഇവരും നാട്ടിലെത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ അമ്മയും അതുപോലെ തന്നെ ആദ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഒരിക്കലും അതിനൊരു മുടക്കം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ആ ഒരു ഭയത്തിലാണ്. അതിനിടയ്ക്കാണ് ഈ പ്രാന്തനെ പോലത്തെ ആള് വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആകെ മൊത്തം ശ്രുതി ടെൻഷനിലാണ് കേട്ടോ ഉള്ളത്. ഫ്രണ്ടിന്റെ അടുത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ പറയാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഞാൻ വിളിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ പുറത്തേക്ക് വരാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അത് കഴിഞ്ഞ് സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് അമ്പലത്തിലേക്ക് ചെല്ലുവാണ്. പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ സ്ലിപ്പൊക്കെ നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് പൂജാരി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ മേടിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ പൂജാരിയുമായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് സച്ചിയുടെ ഒരു ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയെ കണ്ടിട്ട് അവർ സംസാരിച്ച് കുറച്ചങ്ങ് മാറി നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ രേവതി മാത്രമാവാണ് കേട്ടോ പൂജാരി രേവതിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ രേവതി സച്ചി വരുന്നതും കാത്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്
ശ്രുതിയുടെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് വന്നില്ലേ, ആ ഭ്രാന്തൻ നമ്മുടെ രേവതിക്ക് അരികിലേക്കും വരുവാണ് കേട്ടോ. രേവതിക്ക് അടുത്തേക്ക് പെട്ടെന്ന് തന്നെ അയാൾ വരുന്നത് കൊണ്ട് തന്നെ രേവതി ഭയക്കുന്നുണ്ടേ. വന്ന അയാൾ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള കാര്യമാണ്. അപ്പൊ രേവതി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. തുടർന്ന് സച്ചേട്ട എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും സച്ചിയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു ഇതില് രേവതി വിളിക്കുന്ന ഒന്നും കേൾക്കുന്നില്ലേ. തുടർന്ന് രേവതി എടുത്ത് അയാൾ പറയുന്നത് വിളിച്ചിട്ട് കാര്യമില്ല, കേൾക്കില്ല, വിധി ശരിയല്ലാത്ത സമയത്ത് ദൈവം പോലും വിളി കേൾക്കില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. തുടർന്ന് രേവതിയാണെങ്കിൽ വീണ്ടും സച്ചേട്ട എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ ഭയങ്കര ചിരിയാണേ. തുടർന്ന് നമ്മൾ സച്ചി അങ്ങോട്ട് വരുമ്പോൾ ഇതാണ് കാണുന്നത്, അയാൾ ചിരിക്കുന്നത്. സച്ചി വരുമ്പോഴേക്കും അയാളാണെന്നുണ്ടെങ്കിൽ മെല്ലെ ഇങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ്, ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്താ രേവതി, എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി ആണെങ്കിൽ പേടിച്ചിട്ട് സച്ചി അങ്ങ് കെട്ടിപ്പിടിക്കുവാണേ. അതിനിടയ്ക്ക് കാലൊന്ന് തെന്നി പോകുന്നുണ്ട്. എന്താ പറ്റി രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ജീവിതം തന്നെ താറുമാറാകാൻ വേണ്ടി പോവുകയാണ്, പിന്നല്ലേ കാല് തെന്നി പോയത്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നതൊക്കെ സച്ചി ചോദിക്കുമ്പോഴേക്കും അയാളാണെങ്കിൽ ചിരിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ഇവിടുന്ന് പോ എന്നുള്ള കാര്യമാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങളടുത്ത് പോ എന്ന് പറയാൻ വേണ്ടിയിട്ട് താൻ ആരാ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴേക്കും പോയിട്ടില്ലെങ്കിൽ എല്ലാം വിട്ടു പോകും, പോയിക്കോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവുകയാണേ. ഇത് കേട്ട് നമ്മുടെ രേവതി ആണെങ്കിൽ ആകെ ഭയന്ന് ഇങ്ങനെ നിൽക്കുവാണേ. രേവതിയുടെ ഭയം കാണുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അയാൾക്ക് മനനില ശരിയല്ലാത്ത ആളാണെന്നാണ് തോന്നുന്നത്, അയാൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒന്നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട, വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണേ. വീട്ടിലെത്തിയിട്ട് നമ്മുടെ അച്ഛമ്മയുടെ അടുത്ത് ചെന്നിട്ട് സച്ചി പൂജാരി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ലിസ്റ്റ് എഴുതി തന്നിട്ടുണ്ട്, വൈകുന്നേരം ഞാൻ പോയിട്ട് തന്നെ അച്ഛമ്മയെ മേടിച്ചു വെച്ചോളാം എന്ന് പറയുകയാണേ. അപ്പോഴും നമ്മുടെ രേവതിയുടെ മുഖം ഒട്ടും ശരിയല്ലേ. തുടർന്ന് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് ചന്ദ്രമതിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അച്ഛമ്മയുടെ അടുത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അച്ഛമ്മയാണെങ്കിൽ അതിന് മൊത്തമായിട്ട് കൂട്ടു നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ വർഷയുടെ ആഗ്രഹം പോലെ തന്നെ അച്ഛമ്മ ആദ്യം നമ്മുടെ ചന്ദ്രമതിയെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയാണ്. ചന്ദ്രമതി ഡാൻസ് കളിക്കാൻ വേണ്ടി മടിക്കുന്നുണ്ടെങ്കിൽ പോലും അമ്മ പറയുന്നതല്ലേ നീ കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിക്കുമ്പോൾ ചന്ദ്ര ഡാൻസ് കളിക്കുന്നുണ്ട്. ചന്ദ്ര ഡാൻസ് കളിക്കുന്നതിന്റെ കൂടെ തന്നെ ബാക്കി എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് അത് ആസ്വദിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ രേവതിക്ക് മാത്രം ഒരു ആസ്വദിക്കാനൊന്നും പറ്റുന്നില്ല. ഇയാൾ പറഞ്ഞ കാര്യങ്ങളാണ് മൈൻഡിൽ മൊത്തം ഉള്ളത്. ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ രേവതിക്ക് അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, മോളെ ഇവിടെ ചന്ദ്ര ഡാൻസ് കളിക്കുന്ന സമയത്ത് എല്ലാവരും അത് ആസ്വദിക്കായിരുന്നു, മോൾ എന്താ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് സച്ചി അരികിലേക്ക് വന്ന് പറയുന്നുണ്ട് ഒരു ഭ്രാന്തനെ പോലത്തെ ഒരാളെ അമ്പലത്തിൽ വെച്ച് കണ്ടു, അതിനുശേഷം ഇവള് ഭയന്നു പോയതാന്ന് പറയാണ്. ഭ്രാന്തനെ പോലത്തെ ഒരാളാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അച്ഛമ്മയ്ക്ക് ആരാന്നുള്ള കാര്യം മനസ്സിലാവുന്നത് ഉണ്ട്. അയാള് ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ ഇങ്ങനെ വരും, എന്നിട്ട് ഓരോരുത്തരെടുത്ത് ഓരോരോ കാര്യങ്ങൾ പറയും, അതൊക്കെ അതുപോലെ നടന്നിട്ടുണ്ട്. എന്താ അയാൾ പറഞ്ഞെന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് ഇവിടെ നിൽക്കരുത്, പോ എന്നുള്ള കാര്യത്തെ കുറിച്ചാന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അച്ഛമ്മയ്ക്ക് ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ടെൻഷൻ ആപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല, നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലേ പൂജയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ ജോലി നോക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ എല്ലാവരും മനസ്സ് തിരിപ്പിച്ച് വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മൈൻഡിൽ ഇങ്ങനെ നിൽക്കുവാണേ. തുടർന്ന് രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും പുറത്ത് ഡോറിന് വന്നിട്ട് ഒരാൾ മുട്ടുന്നുണ്ട്. അത് ഈ ഭ്രാന്തനാണേ. അയാൾ വന്നിട്ട് വീണ്ടും ഇവിടെ നിൽക്കരുത്, നിങ്ങൾ പോ എന്നുള്ള കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. മനസ്സിന് സുഖമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ ചിലപ്പം വിശന്നിട്ടൊക്കെ ആയിരിക്കും വന്നിട്ട് ഇങ്ങനെ ഡോറിന് മുട്ടിയെന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അയാളാണെന്നുണ്ടെങ്കിൽ ആദ്യം രേവതിയെ ഇങ്ങനെ ചൂണ്ടുന്നുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം സുധിയെ ചൂണ്ടുവാണേ. എന്നിട്ട് സുധിയുടെ മുഖത്ത് നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുക ചെയ്യുന്നത്. അടുത്തതായിട്ട് അയാൾ നോക്കുന്നത് ചന്ദ്രയുടെ മുഖത്തേക്കാണ്. ചന്ദ്രയുടെ മുഖം നോക്കിയിട്ട് അയാൾ കരയുന്നുണ്ട്. പിന്നീട് നോക്കുന്നത് ശ്രുതിയുടെ മുഖത്തേക്കാണ്. ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യഭാവത്തിൽ ഇങ്ങനെ ശ്രുതിയെ നോക്കുവാണേ. അങ്ങനെ ഇയാളുടെ ഭാവമാറ്റമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. കുറച്ച് കഴിയുമ്പോഴേക്കും അയാളാണെന്നുണ്ടെങ്കിൽ കുറെ ചിരിച്ചിട്ട് അവിടുന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും രേവതിയുടെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. അച്ഛമ്മയുടെ മനസ്സിലും ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അച്ഛമ്മ അത് പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ. ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് എന്തിനായിരിക്കും അയാൾ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചത് എന്നുള്ള കാര്യം. അത് നിന്നെ കണ്ടിട്ട് അയാൾക്ക് ഒരു കോമാളിയെ പോലെ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് കരഞ്ഞ എന്തിനാന്നുള്ള കാര്യം ശ്രുതി സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിന്നെ പോലെ ഒരു മകനെ പ്രസവിച്ചല്ലോ എന്നുള്ള സഹതാപത്തിൽ കരഞ്ഞതായിരിക്കും. അപ്പോൾ ശ്രുതിയുടെ മുഖത്ത് നോക്കി ദേഷ്യഭാവം കാണിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ വിട്ടേക്ക്, രാവിലെ നേരത്തെ അമ്പലത്തിൽ പോകാനുള്ള എല്ലാവരും പോയി കിടന്നുറങ്ങിയെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. രേവതിയും ആ ടെൻഷനിൽ നിൽക്കുന്ന കാണുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് രേവതി ഒന്നും ഉണ്ടാവില്ല, നീ വാ എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് പോവാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ച് പൂജാമുറിയിൽ എല്ലാവരും പ്രാർത്ഥിച്ച് ഇറങ്ങുവാണ്. ഈ രേവതിയുടെ കൂടെ തന്നെ ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ശ്രുതിക്കും നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഒന്നാമത് അമ്മയും അതുപോലെ തന്നെ ആദ്യം അവിടെ നാട്ടിൽ എത്തിയിട്ടുണ്ടല്ലോ, അവരാരെങ്കിലും കാണോ എന്നുള്ള ഭയമാണ് ഉള്ളിൽ മൊത്തം.
വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെ തലയാണെന്നുണ്ടെങ്കിൽ ചുമരിൽ ഇടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തെന്നി വീഴാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ആകുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ കഥ കഴിഞ്ഞ അവസ്ഥയാവാണ്. രേവതിയാണെന്നുണ്ടെങ്കിൽ രാവിലെ കഴിയുമ്പോഴേക്കും ഏകദേശം കുറച്ചൊക്കെ മൈൻഡ് സെറ്റ് ആക്കിയിട്ട് പിന്നെ പൂജയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതങ്ങ് മൈൻഡിൽ നിന്ന് വിടുന്നുണ്ട്. എന്താ ശ്രുതി നീ നോക്കി നടക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെ എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് അമ്പലത്തിലെത്തുവാണ്. അമ്പലത്തിലെ കോവിലിന് മുമ്പിൽ നിന്നിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പൂജാരി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട്. അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. വിളിച്ചത് ശ്രുതിയുടെ അമ്മയാണ്. അമ്മ വിളിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്ത് നിന്നും മാറി നിന്നിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് പറയുന്നത് അവരുടെ അമ്പലത്തില് അച്ഛന് ബലിയിടാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ അമ്പലത്തിൽ തറവാട്ടിൽ ആരോ മരിച്ചത് കൊണ്ട് തന്നെ അമ്പലം തുറക്കില്ല. അപ്പൊ അവിടെ വെച്ചിട്ട് ബലിയിടാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുകയാണേ. അതുകൊണ്ട് തന്നെ വേറൊരു അമ്പലത്തിന്റെ പേരാണ് പറയുന്നത്. ആ അമ്പലം എന്നുള്ള കാര്യം പറയുന്നത് നമ്മുടെ അച്ഛമ്മ പൂജയ്ക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടില്ലേ ആ അമ്പലത്തിൽ തന്നെയാണ്. ശ്രുതി എത്തിയിരിക്കുന്ന അതേ അമ്പലത്തിൽ തന്നെയാണ് അമ്മ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവാണ്. പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ കുളക്കരവിൽ പുറകുവശത്തേക്കാണ്, ഇവർക്ക് കാണില്ല കേട്ടോ. അവിടെയാണ് ഒരുക്കങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ അമ്മ ഇവിടെ എല്ലാവരും ഉണ്ട്, ഞാൻ എങ്ങനെ ഇവിടുന്ന് വരിക എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ആരും ഒന്നും കാണില്ല, ഇത് പുറകുവശല്ലേ വരുന്നത്, ഇവിടെ എല്ലാം റെഡിയാണ്, നീ വന്നിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മാത്രം മതി, അതോടുകൂടി നിനക്ക് ഇവിടുന്ന് പോവുകയും ചെയ്യാന്നുള്ള കാര്യം പറയുന്നുണ്ട്. എനിക്ക് വരാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും അച്ഛന് വേണ്ടിയിട്ട് നീ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, നീ അച്ഛന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ തുടർന്ന് ശ്രുതിക്ക് മറുത്ത് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാവാണ്. അങ്ങനെ ശ്രുതി അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുമ്പോഴേക്കും എന്താ ശ്രുതി എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതി അരികിലേക്ക് വരുന്നുണ്ട്. എനിക്ക് ശ്രുതി വയറിനൊരു അസ്വസ്ഥത പോലെ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. നേരെ അമ്മയ്ക്കും അതുപോലെ തന്നെ ആദിക്കും അരികിലേക്കാണ് ചെല്ലുന്നത്. അവിടെ എല്ലാം റെഡിയാണ്, ജസ്റ്റ് ഒന്ന് ബലിയിട്ടാൽ മാത്രം മതി. അങ്ങനെ ശ്രുതി അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അതേസമയം ശ്രുതിയെ എല്ലാവരും ഇവിടെ അന്വേഷിക്കുന്നുണ്ട്. ശ്രുതിക്ക് വയറിന് സുഖമില്ലാത്തതുകൊണ്ട് അവൾ വാഷ്റൂമിൽ പോയതാന്ന് പറഞ്ഞിട്ട് ശ്രുതി അവരെല്ലാവരും അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. പൂജയ്ക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുടത്തുനിന്ന് ആരെങ്കിലും എടുത്തോണ്ട് വരണം എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി എടുക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ മരുമക്കളാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യമാണ് പൂജാരി പറയുന്നത്. അതുകൊണ്ട് രേവതി എടുക്കാന്ന് പറയാണ്. വർഷ കൂടെ വരാൻ എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട ഞാൻ എടുത്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാണേ. രേവതി ചെന്ന് നോക്കുന്ന സമയത്ത് കുളത്തിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് ശ്രുതിയും അതുപോലെ തന്നെ വിമലയും ആദ്യം പിന്നെ ശ്രുതിയുടെ ഫ്രണ്ടിനെ നമ്മുടെ രേവതിക്ക് ആദ്യം അറിയാം, അവളും അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇതെന്താ ശ്രുതി ഇവിടെ ഇരിക്കുന്നത്, കൂടെ ആദ്യം അതുപോലെ തന്നെ ആന്റിയും ഒക്കെ ഉണ്ടല്ലോ, ഇവരുടെ കൂടെ എന്തിനായിരിക്കും ശ്രുതി ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഒരാൾ കറമ്പി ഇരുന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കാണുന്നത്. അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോ തന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇതിനു മുമ്പ് ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണല്ലോ ഫോട്ടോ. അപ്പോ ഈ ആന്റിയും അതുപോലെ ആദ്യം ആരായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബലികർമ്മങ്ങൾ നടത്തുന്ന ആ കർമ്മിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മകള് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതെ, എനിക്ക് ഒരു മകള് മാത്രമേ ഉള്ളൂ, ഇത് കല്യാണിയാണ്, അവൾക്ക് ഒരു മകനുണ്ട്, അവളുടെ മകനാണ് ഈ ആദി എന്നുള്ള കാര്യം ആ കർമ്മം ചെയ്യുന്ന ആളെടുത്ത് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കേട്ട് നമ്മുടെ രേവതി ആകെ ഷോക്കായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോഴും അവരുടെ അരികിലേക്ക് രേവതി പോകുന്നില്ല. രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയും ആരും കാണുന്നുമില്ല കേട്ടോ. ബലികർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആ കർമ്മി അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി എഴുന്നേറ്റ് നോക്കുന്ന സമയത്താണ് നമ്മുടെ രേവതിയെ അവിടെ കാണുന്നത്. രേവതിയെ കണ്ടിട്ട് ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് 4 പേരും ഷോക്കായിട്ട് അവിടെ അങ്ങനെ നിൽക്കുവാണേ. സത്യങ്ങളെല്ലാം രേവതി മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. പക്ഷെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ശ്രുതി പണ്ട് കരഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മ മരിച്ചുപോയി എന്നുള്ള രംഗം. ആ രംഗങ്ങളൊക്കെയാണ് നമ്മുടെ രേവതിയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കള്ളം പറയാനുള്ള പരിപാടിയാണ് കേട്ടോ. നൈസായിട്ട് രേവതിക്ക് അരികിലേക്ക് ഇങ്ങനെ നടന്നു വരുവാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പിടികൊടുക്കില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് രേവതിക്ക് അരികിലേക്ക് വരുന്നത്. രേവതി, നീ എപ്പോഴാ വന്നത്? ഞാന് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഇവരും ഇവിടെ ഉണ്ടെന്ന് കണ്ടത്. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കുറച്ചു നേരം എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി കാരണം നോക്കിയിട്ടൊന്ന് കൊടുക്കുകയാണ് കേട്ടോ. ശ്രുതിയുടെ അടികൊണ്ട് ശ്രുതിയാണെങ്കിൽ താഴെ വീഴുന്നുണ്ട്. താഴെ വീഴുന്ന കിടക്കുന്ന ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മെല്ലെ കരഞ്ഞുകൊണ്ട് രേവതിയെ നോക്കുമ്പോഴേക്കും ഇപ്പോഴും നിനക്ക് ഒരു നാണോ ഇല്ലാതെ വീണ്ടും അഭിനയിക്കുകയാണല്ലേ. രേവതി പ്ലീസ് രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ കൈ പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും എന്തെങ്കിലും പറഞ്ഞ് നിനക്ക് ഞാൻ വീണ്ടും തരും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കൈ ഓങ്ങുന്നുണ്ട്. അപ്പോഴേക്കും വിമലയാണെന്നുണ്ടെങ്കിൽ രേവതി അവളെ വിട്ടേക്ക് എന്നുള്ള കാര്യം പറയുകയാണേ. പക്ഷെ രേവതിയാണെങ്കിൽ വിമലയുടെ അടുത്ത് നിങ്ങളെ ഇവളെക്കാൾ നന്നായിട്ട് അഭിനയിച്ചു അല്ലേ, ഇവളാണോ നിങ്ങളുടെ ദുബായിലുള്ള പെണ്ണ്, നിനക്കൊന്നും ഒട്ടും മനസാക്ഷി ഇല്ലേടി, എത്ര കള്ളത്തരങ്ങളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നീ ചെയ്തു വെച്ചത്, നീയൊക്കെ ഒരു പെണ്ണാണോ ചെയ്യുന്നൊക്കെ പറയാണ് രേവതി. ശ്രുതിയാണെങ്കിൽ വീണ്ടും രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട്. കയ്യിന്ന് വിടടി, എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ നിന്നെ അടിച്ച് കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത്. രേവതി നീ എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് രേവതിയെ കൈ പിടിച്ചിട്ട് ശ്രുതിയുടെ മുഖത്തിട്ട് തന്നെ അടിക്കുവാണേ. കയ്യിന്ന് വിടടി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ
കയ്യിൽ നിന്ന് അങ്ങോട്ട് പിടുത്തം വിടുകയാണ് രേവതിയുടെ കയ്യെ. രേവതി, നീ എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോ, പക്ഷെ ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കുക എന്ന് പറയുന്നുണ്ട്. നിർത്തടി, നീ പറയുന്ന എന്താണ് ഞാൻ കേൾക്കേണ്ടത്? ഇനിയും നീ എന്തോരം കള്ളം പറഞ്ഞിട്ടാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടി പോകുന്നത്? ഒരു കുടുംബത്തെയല്ലേ നീ പറഞ്ഞു പറ്റിച്ചത്? എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. നിനക്ക് എങ്ങനെയാണ് ഇത്രയും കള്ളമൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നത്? അത് മാത്രോ, മൊത്തം കുടുംബം ഇവിടെ ഉണ്ട്, എന്നിട്ട് നീ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്തില്ലേ? നിനക്ക് എന്ത് ധൈര്യമായിരിക്കും അപ്പോൾ ഉണ്ടാവുക? അതിൻ്റെ ഇടയ്ക്ക് വിമല, രേവതി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക എന്ന് പറയണേ. പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ വിമലയുടെ അടുത്ത് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടി പോകരുത്. നിങ്ങളെ വയസ്സുള്ള ഒരാൾ ചെയ്യേണ്ട പണിയാണോ നിങ്ങൾ ചെയ്തത്? ഇതുകൊണ്ടായിരിക്കുമല്ലേ ഞങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങൾ മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്? ആദ്യയോട് ഞങ്ങൾക്കുള്ള സ്നേഹം നിങ്ങൾ മുതലെടുത്തിട്ട് ഞങ്ങളെ പൊട്ടന്മാരാക്കിയല്ലേ? രേവതി, ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ മകളുടെ ജീവിതം നന്നായിട്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വിമല പറയുമ്പോഴേക്കും, അപ്പോൾ നിങ്ങളുടെ മകളുടെ ജീവിതം നന്നായിട്ട് ബാക്കിയുള്ളവരൊക്കെ നശിച്ചു പോയിക്കോട്ടെ എന്നായിരിക്കും അല്ലേ? നിന്നെ പോലെ ഒരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിന്റെ പേര് പോലും സത്യത്തിലുള്ള പേരല്ല അല്ലേ? നിന്റെ പേരും അതുപോലെ നാടും എല്ലാം കള്ളമാണ്. നീയല്ലേ പറഞ്ഞ നിന്റെ അമ്മ മരിച്ചുപോയിന്ന്? പിന്നെ ഇതാരാണ്? ജീവനോടുള്ള അമ്മ തന്നെ മരിച്ചുപോയി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് മറ്റുള്ളവരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നീ ഏത് തരത്തിലുള്ളവളായിരിക്കും? ഇവരുടെ കാര്യമൊക്കെ വിട്ടേക്ക്. നിനക്ക് ജനിച്ച കുഞ്ഞല്ലേ അത്? അവൻ നിനക്ക് വേണ്ടി അനാഥനെ പോലെ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞു. നിനക്കൊന്നും അന്തസ് എന്ന് പറയുന്ന സാധനമില്ലേ? ഇനി ഇവര് മാത്രമേ ഉള്ളൂ, അതോ ഇനി നിനക്ക് ഭർത്താവും ഉണ്ടോ വേറെ? അതും മറച്ചു വെച്ചിട്ട് നീ രണ്ട് ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? രേവതി, ദയവ് ചെയ്തിട്ട് ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും പറയരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ, നിർത്തടി, നീ ചെയ്തതിന്റെ അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നിന്റെ മേലെ വിശ്വാസം വെച്ചിരിക്കുന്ന എല്ലാവരെയും നീ പറ്റിച്ചു. ശരിയാണ് രേവതി, ഞാൻ എല്ലാവരെയും പറ്റിച്ചു. നീ പറയുന്നതെല്ലാം സത്യം തന്നെയാണ്. പക്ഷെ ഞാൻ എന്തിനു വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും മതിയടി, നിർത്ത്. തെറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു കാരണം ഉണ്ടാകും. കാരണം ഉണ്ടെന്ന് വിചാരിച്ച് അതൊരു ന്യായമായിട്ടുള്ള കാര്യമല്ല. വീട്ടിലേക്ക് കാല് വെച്ചത് അന്ന് മുതൽ നീ പറയുന്ന ഓരോരോ വാക്കുകളും കള്ളമാണ്. ഇപ്പൊ നിന്നെ ഞാൻ കൈയോടെ പൊക്കിയിട്ടില്ലായിരുന്നെങ്കിൽ നീ ജീവിതാവസാനം വരെ ഇതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കും. രേവതി, നിർത്ത രേവതി. ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത് തെറ്റ് തന്നെയാണ്. ഇത് എന്റെ അമ്മയാണ്, ആദി എന്റെ പയ്യനാണ്. വീട്ടിൽ പറയണമെന്ന് ഞാൻ ഒരുപാട് തവണ വിചാരിച്ചതാണ് രേവതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി കരയുമ്പോഴേക്കും, ഇനിയും നീ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ അത്രയും പൊട്ടത്തിയൊന്നുമല്ല. അങ്ങനെ രേവതി അവിടെ നിന്ന് പോകുമ്പോഴേക്കും വിമലയാണെങ്കിൽ ഓടി ചെന്നിട്ട് രേവതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്റെ മകൾ ചെയ്തത് തെറ്റാണ്, അവളോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴേക്കും, നിങ്ങളുടെ മകൾ ചെയ്തത് തെറ്റ് ക്ഷമിക്കാവുന്ന കാര്യമാണോ? മാപ്പ് കൊടുക്കേണ്ടത് ഞാനല്ല, അവിടെ മൊത്തം കുടുംബമുണ്ട്. അമ്മയാണെങ്കിൽ ഇവളെ തലയിൽ വെച്ച് ആടുകയാണ്. അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇവളെ സ്വന്തം മകളെന്നാണ് പറയുന്നത്. അവരെല്ലാം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്നറിയോ? തെറ്റ് തന്നെയാണ് രേവതി. അവള് ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവള് ഇങ്ങനെ തെറ്റൊക്കെ ചെയ്തത്. ചെറുപ്പത്തില് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം അവളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവളുടെ ജീവിതം ഞാനാണ് നശിപ്പിച്ചത്. അന്ന് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ ഇഷ്ടത്തിനുള്ള ജീവിതം ജീവിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, ഈ കാരണങ്ങളൊന്നും നിങ്ങൾ എന്റെ അടുത്ത് പറയാൻ വേണ്ടി നിൽക്കണ്ട. രണ്ടാമത് കല്യാണം കഴിക്കുക എന്നുള്ള കാര്യം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരുപാട് പേര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ സത്യങ്ങളെല്ലാം പുറത്ത് പറഞ്ഞിട്ട് വേണം ആ കാര്യങ്ങളെല്ലാം ചെയ്യാന്. അല്ലാതെ ഇവളെ പോലെ എല്ലാ കാര്യങ്ങളും മറിച്ച് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് വേണോ ജീവിക്കാൻ വേണ്ടിയിട്ട്? നിന്നെ കണ്ടപ്പോൾ മുതലേ എനിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും നീ ഇങ്ങനത്തെ പണി ചെയ്യുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇല്ല രേവതി, എല്ലാ സത്യങ്ങളും ഞാൻ പറയണമെന്നൊക്കെ വിചാരിച്ചു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, നിർത്തിക്കോണം. നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. നീ അങ്ങനെ ആരോടും സത്യം പറയില്ലായിരുന്നു. അങ്ങനെ നീ സത്യം പറയുന്നവളാണ് എന്നുണ്ടെങ്കിൽ നീ പണക്കാരിയല്ല എന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴേ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നീ ഈ സത്യം പറയണമായിരുന്നു. എന്നാ അന്ന് നീ വേറൊരു കഥ പറഞ്ഞില്ലേ? നീ ശരിക്കും ഭയങ്കര ബുദ്ധിശാലിയാണ്. എന്നാ അച്ഛനെ പോലത്തെ ഒരു നല്ലൊരാളെ നീ പറ്റിച്ചില്ലേ? അത് ദൈവം പോലും പൊറുക്കുന്ന കാര്യമല്ല. ദൈവം നിന്നെ വെറുതെ വിടൂല്ല. അമ്പലത്തിൽ വെച്ച് തന്നെ നീ ആരാണെന്നുള്ള സത്യം കൺമുമ്പിൽ കാണിച്ചു തന്നില്ലേ? ഇന്നത്തോടെ നിന്റെ നടിപ്പിന് ഞാൻ ഇന്ന് തീരുമാനം ഉണ്ടാക്കും. നീ ആരാണെന്നുള്ള സത്യം ഞാൻ എല്ലാവരോടും പറയാൻ വേണ്ടി പോവുകയാണ്. ദേവി രേവതി ആരുടെടുത്തും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ കാല് പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നിന്നെ പോലെ മറ്റുള്ളവരെ പറ്റിക്കുന്നവളല്ല ഞാന്. ആ കുടുംബത്തിന് സത്യസന്ധമായിട്ടുള്ള ഒരു മരുമകളായിരിക്കണം ഞാനെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഞാൻ ഈ കാര്യം പറയും. അപ്പോഴും രേവതിയുടെ കാല് പിടിച്ചിട്ട് വിടാതെ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. രേവതി പ്ലീസ് രേവതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്, പോവല്ലേ. നീ എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോ, ആരുടെടുത്തും പറയരുത്, ഞാൻ കെഞ്ചി കേൾക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് കാലിന് പിടുത്തം വിടാണ്ട് നിൽക്കുവാണേ. കാലിന് വിടടി എന്ന് പറഞ്ഞിട്ട് തട്ടുന്നുണ്ടെങ്കിലും പിന്നെയും പിടിക്കാൻ കേട്ടോ ശ്രുതി. എന്നിട്ട് നീ എന്താ പറഞ്ഞത്? പറയരുതെന്നോ? നിന്നെ പോലെ അവരെ പറ്റിച്ച് ജീവിക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല. നീ മറിച്ചിട്ട് എത്ര വർഷം വേണമെങ്കിലും ജീവിക്കും, പക്ഷെ എന്നെ കൊണ്ട് അതിന് പറ്റില്ല. നീ ആരാണെന്നുള്ള സത്യം എല്ലാവരും അറിയണം. അതും നിന്റെ ഭർത്താവ് അറിഞ്ഞേ പറ്റുള്ളൂ. ഒരു പൊട്ടനെ പോലെ നീ നിന്റെ ഭർത്താവിനെ പറ്റിക്കില്ലായിരുന്നോ?
എന്നിട്ട് അയാളെ പറ്റിച്ചിട്ട് നീ അയാളുടെ കൂടെ ജീവിക്കുക. നിനക്ക് മാപ്പ് തരണോ വേണ്ടോ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കട്ടെ. എന്നിട്ട് രേവതി ശ്രുതി അങ്ങ് തട്ടി മാറ്റിയിട്ട് പോകുമ്പോഴേക്കും ശ്രുതിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടോ, അവളുടെ പക്ഷത്തുള്ള ന്യായം ഒന്ന് കേൾക്കണം എന്നുള്ള കാര്യം. എന്ത് ന്യായമാണോ ഉള്ളത്? താൻ ആരാണെന്നുള്ള സത്യം മറിച്ച്, ഒരു കുട്ടിയുണ്ടെന്നുള്ള സത്യം മറിച്ച് ഒരു കുടുംബത്തെ മൊത്തം കബളിപ്പിച്ചിരിക്കുകയാണ്. ഇതില് ന്യായമൊന്നുമില്ല, ഇതില് പാവം മാത്രമേ ഉള്ളൂ. അങ്ങനെ രേവതി വീണ്ടും പോകുമ്പോഴേക്കും കാലക്കയറി പിടിക്കുകയാണ് കേട്ടോ ശ്രുതി. ഞാൻ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ജീവിതമാണ് ഇത്, എന്റെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഇത് കേട്ട രേവതി ചോദിക്കുന്നുണ്ട്, ആര്, നീയോ? നിന്റെ കള്ളം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നീ മറ്റുള്ളവരെ കൊല്ലുന്നല്ലാണ്ട് നീ ഒന്നും ചെയ്യില്ല. ഇനിയും നിന്നെ വെറുതെ വിടാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിടടി എന്ന് പറഞ്ഞിട്ട് തട്ടി അങ്ങ് മാറ്റുന്നുണ്ട് ശ്രുതിയെ. രേവതി പോകുന്നത് കാണുമ്പോഴേക്കും ശ്രുതി, രേവതി നീ സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്നതിന് മുമ്പ് ഞാന് എന്റെ ജീവിതം അവസാനിപ്പിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. അപ്പോഴേക്കും വിമല പറയുന്നുണ്ട്, എന്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കരുത്, അത് നിന്റെ കയ്യിലാണെന്ന്. ആദ്യം അരികിലേക്ക് ചെന്നിട്ട് എന്റെ അമ്മ പാവാണ്, അമ്മയെ കുറിച്ചിട്ട് ആന്റി ഒന്നും പറയരുതെന്ന് ആദ്യം പറയാണേ. ഇത് കേട്ട് രേവതി ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ നിന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കള്ളം പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞില്ലേ? എന്നാ നിന്റെ ജീവിതം രക്ഷിക്കുന്ന സമയത്ത് നീ ഈ കുഞ്ഞിനെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അമ്മ നാട്ടിലില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് നീ കള്ളം പറയിച്ചു. ബോർഡിംഗ് സ്കൂളിൽ അവനെ കൊണ്ടാക്കിയിട്ട് അവൻ എന്തോരം അവിടെ കഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ചൊന്നും നീ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നീ നിന്റെ ജീവിതം രക്ഷിച്ചാൽ മതി എന്നുള്ള കാര്യം മാത്രമല്ലേ ചിന്തിച്ചുള്ളൂ. ഇല്ല രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഇത് കണ്ട രേവതി, നീ നിന്റെ മകന് നല്ലൊരു അമ്മയല്ല, നിന്റെ ഭർത്താവിന് നല്ലൊരു ഭാര്യയല്ല, വീട്ടില് നല്ലൊരു മരുമകളും അല്ല. നീ എപ്പോഴും നിന്റെ കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. നീ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും പറ്റിച്ച് എന്ത് സിറ്റുവേഷനിലും എന്ത് പണിയും നീ ചെയ്യും. അതുകൊണ്ട് തന്നെ നിന്നെ കുറിച്ച് ഞാൻ വീട്ടിൽ പറയാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. രേവതി സത്യങ്ങൾ പറയുന്നത് തടയാൻ വേണ്ടിയിട്ട് ശ്രുതി എന്തായിരിക്കും ചെയ്യാൻ വേണ്ടി പോവാ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഒന്ന്